ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ വൈറ്റമിൻ സി ഓയിൽ അഥവാ ഓറഞ്ച് ഓയിൽ എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ സി ഓയിൽ പല ബ്രാൻഡുകളായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അത്യാവശ്യം പൈസ ആകാറുണ്ട്. അത് വലിയ പൈസ ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഓറഞ്ച് തൊലിയിൽ നിന്നും പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സാധാരണ ഫെയർനെസ്സിന് വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി ഓയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിവാളിപ്പ് ഇതൊക്കെ മാറി നല്ല ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓയിലാണ് വൈറ്റമിൻ സി ഓയിൽ. അതുപോലെ തന്നെ ഏജിങ് തടഞ്ഞ് ചെറുപ്പം നിലനിർത്താനും ഇത് വളരെയധികം സഹായിക്കാറുണ്ട്. അപ്പോൾ ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാം, എപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓറഞ്ച് ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ആ ഓറഞ്ച് തൊലിയുടെ പുറമേയുള്ള ഓറഞ്ച് ഭാഗം മാത്രമാണ് ചുരണ്ടി എടുക്കേണ്ടത്. ഓറഞ്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അതിൻ്റെ പുറത്ത് കെമിക്കലൊക്കെ കാണും. അപ്പോൾ നല്ലതുപോലെ വാഷ് ചെയ്ത ശേഷം വേണം ചുരണ്ടി എടുക്കാൻ. നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബൗൾ ഇറക്കി വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ബദാം ഓയിലോ ഒലിവ് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു ഓറഞ്ച് തൊലി മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നമ്മളിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഓറഞ്ച് തൊലിയുടെ ഒരു മണം അത്ര ഇതായിട്ടുണ്ടാവത്തില്ല, കുറച്ച് കുറവായിരിക്കും. അതേസമയം ബദാം ഓയിലോ ഒലിവ് ഓയിലോ ഉണ്ടാക്കുകയാണെങ്കിൽ ഓറഞ്ച് തൊലിയുടെ മണം നന്നായിട്ടുണ്ടാകും. ഇത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ ഒരു ഓറഞ്ച് തൊലിയിലുള്ള എക്സ്ട്രാക്റ്റ് ഫുള്ളായിട്ട് ഓയിലിലേക്ക് ഇറങ്ങണം. നല്ലതുപോലെ ഒന്ന് വെള്ളം തിളപ്പിച്ച് ആ ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ട് ആ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഓറഞ്ച് തൊലിയിലുള്ള എക്സ്ട്രാക്റ്റ് ഫുള്ളായിട്ട് ഓയിലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഓറഞ്ച് കളർ ആ ഓയിലിന് കാണാം. വെളിച്ചെണ്ണയുടെ നിറം മാറി നല്ലൊരു ഓറഞ്ച് ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുത്ത ശേഷം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. വേണമെങ്കിൽ ഇത് ഒരു ദിവസം അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത ശേഷം അരിച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ അരിച്ചെടുക്കുകയാണ് ചൂടാറിയ ശേഷം. നമ്മളത് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റുകയാണ്. ഇപ്പോൾ ആ ഓയിലിൻ്റെ കളർ ഉണ്ടോ, നല്ലൊരു ഓറഞ്ച് കളറുണ്ട്. നമ്മൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഓറഞ്ച് ഓയിൽ നമുക്ക് 2 മാസം വരെ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് വൈറ്റമിൻ ഇ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒരു ഓറഞ്ചിൽ നിന്ന് ഇത്രയും ഓറഞ്ച് ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടൈം നൈറ്റ് ടൈമാണ്. രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് 1-2 ഡ്രോപ്പ് ഓറഞ്ച് ഓയിൽ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ കരിവാളിപ്പ് മാറാനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വൈറ്റമിൻ സി ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരിക്കലും സൺലൈറ്റിലേക്ക് ഇറങ്ങരുത്. കാരണം ഫോട്ടോടോക്സിക് ആയിട്ടുള്ള ഓയിലാണ്. അതുകൊണ്ട് നെഗറ്റീവ് റിയാക്ഷൻസ് സ്കിന്നിനുണ്ടാകും. അതുകൊണ്ട് ഡേ ടൈമിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.